വായിച്ചോ അറിയാലോ. വായിക്കാൻ പോണ കാലത്തൊക്കെ തെറ്റിച്ചൊക്കെ വായിക്കാറുണ്ട്. ഇവിടെ നിന്ന് വായിച്ചോളൂ. ഒന്നും വായിക്കാൻ പറ്റില്ല. എടാ ആ കുട്ടിക്ക് ഇപ്പോഴും വായിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടാ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നതേ അവർ വായിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവരെ ഭാഗ്യം. അടുത്തത് എന്ന് വായിച്ചോളൂ. നിങ്ങൾ വായിക്കേ. വായിച്ചോളൂ. തെറ്റാലും കുഴപ്പമില്ല, വായിച്ചോളൂ. വേറെ പ്രശ്നമൊന്നും ആവില്ല. തെറ്റായി പിന്നീട് വായിക്കാൻ കഴിയില്ല. ഒരു വാക്കുകളും വായിക്കാൻ കഴിയില്ല എന്നുള്ളൂ തെറ്റിക്കഴിഞ്ഞാല്. ഇത് മാത്രമല്ല, വേറെ ഒന്നും വായിക്കാൻ കഴിയില്ല. വായിച്ചോളൂ. വാക്ക വായിക്കും. തെറ്റായില്ല. നിങ്ങൾ നോക്കണം. നോക്കാം. തെറ്റാൽക്കാരെ വിളിക്കട്ടെ. ഇനിയിപ്പോ തിരിച്ചെടുക്കണ്ട നമുക്ക്. ഞാൻ പറഞ്ഞ് തിരിച്ചെടുക്കണം. വേണമെങ്കിൽ വേണമെന്ന് വേണ്ട അങ്ങനെ നോട്ടെ. എന്താ അപ്പൊ നേരത്തെ പറഞ്ഞത് വേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ വേണം. കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെന്നിരുന്നല്ലോ. അങ്ങനെ ചെന്നിരുന്നാ വേണം. അപ്പോഴും വേണം. എനിക്ക് കഴിയില്ലല്ലോ. അപ്പം അത് വേണം എന്ന് പറഞ്ഞു. ഉറപ്പല്ലേ? നോക്കും. പറഞ്ഞില്ലേ ഇപ്പൊ വായിക്കാനുള്ള കഴിവിന് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ അല്ലേ? വായിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ വായിക്കാൻ കഴിയണ്ട? ഉറക്കെ വായിച്ചു നോക്കൂ. അതൊക്കെ വായിക്കാൻ കഴിയില്ല. പൊട്ടനായി കഴിവ് കിട്ടിയിട്ടില്ല. ആണ് എന്റെ കാര്യം. മനസ്സിലായോ? പറ്റില്ല. ലോഫിംഗിലാണോ? ഓക്കെ. അടുത്തത് എന്താ നോക്കാം നമുക്ക്. എക്സ്പീരിയൻസ് കണ്ടോ? എന്ത് കൃത്യമായിട്ടാ കുട്ടി പറഞ്ഞപ്പോ. അടുത്തെന്താണ്? മെയിൻ്റെനൻസ്. കറക്റ്റ് അല്ലേ? ഇനി ശരിയില്ലെന്ന് പറയും. ഓക്കെ, താങ്ക് യു. സർക്കാർ ജീവന വ്യവസ്ഥകൾ വായിക്കാനറിയോ? അതിൽ മൊത്തം മറിച്ച് എത്ര പേജുണ്ടോ നോക്കും. ലാസ്റ്റ് പേജ് നോക്കിയാൽ മതി. ലാസ്റ്റ് പേജ് മുകളിൽ നമ്പർ ഉണ്ടാവും. അവിടെല്ലോ എത്ര പേജുണ്ട്? 154 പേജ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ അത് പിടിക്കാം. ഇതിങ്ങനെ പേജുകൾ ഇങ്ങനെ ഓരോന്ന് മൊത്തമായിട്ട് ഇങ്ങനെ മറക്കാൻ കഴിക്കും. ഇങ്ങനെ ഉയർത്തി പിടിച്ച് മറിക്കാം. അവർക്ക് കാണേണ്ടതില്ല. അവർക്ക് കാണേണ്ട എഴുതണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് കട്ട് ചെയ്യും. അത് വെക്കാം. അതെവിടെ ചെയ്ത് വേറെ സ്ഥലത്ത് കട്ട് ചെയ്യാം. ഈ കുട്ടി ഒരു പേജ് സെലക്ട് ചെയ്ത് ഞാൻ ചെയ്യാം. എവിടെ വെക്കണം പറഞ്ഞാൽ ഞാൻ വെക്കാം. അതാ കുട്ടി സെലക്ട് ചെയ്ത പേജ് ഏതാന്നുള്ളത് ഒന്ന് മാറ്റി. പേജ് നമ്പർ ഒന്ന് വെച്ചോ. നോക്കിയില്ലേ? ഉറപ്പല്ലേ? ഏതാ പേജ് ഞാൻ പറയണം. അപ്പോൾ തന്നെ പാളിപ്പോയി. ആരെങ്കിലും ശ്രമിക്കാം. എൻ്റെ മുഖത്തേക്ക് നോക്കാൻ നല്ലവണ്ണം. കണ്ണടയ്ക്കരുത്. അടയ്ക്കാതെ നോക്കാം. ശ്വാസം വൈകുക. അയച്ചുവിടുക. കുട്ടി 1-നും 10-നും ആദ്യത്തെ നമ്പർ 1 ചെയ്യണം. അടുത്ത നമ്പറുകൾ 3 നമ്പറുള്ള നമ്പറാണ് ചെയ്യണം. അവസാനത്തെ എന്ന് പറയുമ്പം 2 ആയിരിക്കും. അപ്പം മിഡിൽ പോർഷൻ ഏതാണ്? 142 പേജ് മനസ്സിലുണ്ടല്ലോ. മാറിപ്പോയില്ലല്ലോ. അഞ്ച് പുസ്തകം വെറുതെ വായിക്കത്തുള്ളൂ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ 142 പേജ് ഇത് വായിച്ച പേജ്
ഒന്ന് എടുത്ത് വായിച്ചോളൂ. ഏതാണെന്ന് ഉറക്കെ പറഞ്ഞു മറ്റേ 142. 142 പേജ് നോക്കും. എന്തേ അതെങ്ങനെ പോയി? ആര് കയറി? ഞാൻ കയറിയോ? പിന്നെ ആര് കയറി? പുസ്തകം കയറി നശിപ്പിച്ചിട്ട് പിന്നെ പേരവിടെ പോയി. ഹലോ നോക്കോ, കയ്യിലൊക്കെ മടക്കിട്ടുണ്ടാവും. കയറിയിട്ട് നോക്കി നോക്കി. ഇല്ല ഇല്ല, എവിടെയെങ്കിലും പോക്കറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ അവിടെ പോയി പോയി ഇനിയിപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കിട്ടിക്കൊണ്ട് വരുമോ നോക്കാൻ? ഇവിടെ ഉണ്ടാവും അല്ലേ? കസേരന്ന് എഴുന്നേറ്റ് നോക്കി. അവിടെ ഇല്ലേ? കസേര അടിയിലുണ്ടാവോ? ഇല്ല. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടപ്പോൾ കണ്ടുപിടിക്കാൻ? പിന്നെ പേര് തന്നേ പറ്റുള്ളൂ, തന്ന രീതിയിൽ. അതൊക്കെ ആ ചേച്ചിയുടെ കയ്യിൽ കവർ കൊടുത്തിട്ടുണ്ടാവാം. ആ കവറൊന്നും തരുമോ? ആരുടെ കയ്യിൽ കവർ കൊടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് തന്നല്ലോ. അതവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെച്ച് നോക്കാം. കറക്റ്റാണ്. എന്നോടല്ല, ആണെങ്കിലോട് പറയൂ. കറക്റ്റാ. എന്താ കറക്റ്റ്? അപ്പൊ എന്തിനാ പേര് അങ്ങനെ കൊടുത്ത് വിട്ടത്? എനിക്ക് കേട്ട് അങ്ങോട്ട് കൊടുക്കൂലേ? ശരിയാണോ? അതെ. ഓക്കെ.